അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മഹറമില്ലാതെ ഹജ്ജും ഉംറയും ചെയ്യാൻ പാടുണ്ടോ എന്ന് പലപ്പോഴും പല സഹോദരിമാരും സൂചിപ്പിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് പ്രവാചക ചര്യയോട് ചേർന്ന് നിൽക്കുന്നത് മഹറമുള്ള ഹജ്ജും ഉംറയും തന്നെയാണ്. നമ്മൾ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. സൗദി അറേബ്യൻ ഗവൺമെൻറ്റും നമ്മുടെ നാട്ടിലുള്ള ഗവൺമെൻറ്റുകളും അതേപോലെ ഹജ്ജ് ഉംറ ഗ്രൂപ്പുകളുമൊക്കെ മഹറമില്ലാതെ ഒരു പറ്റം സ്ത്രീകളുടെ ഗ്രൂപ്പുകളായി പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഹദീസിലുള്ളത് മഹ്റമോടുകൂടി തന്നെ യാത്ര ചെയ്യണമെന്നതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ലാ തുസാഫിറുൽ മർഅതു ഇല്ലാ മഅ ദീ മഹ്റമിൻ. മഹ്റമില്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ല. വല യദ്ഖുലു അലൈഹാ റജുലുൻ ഇല്ലാ വ മഅഹാ മുഹറമൻ. ഒരു മഹ്റമില്ലാതെ അവളുടെ കൂടെ ഒരു പുരുഷൻ വരാൻ പാടില്ല. അപ്പോൾ മഹ്റം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ഉടനെ ചോദിച്ചു: നബിയെ, ഞാൻ യുദ്ധത്തിന് വേണ്ടി വന്നതാണ്, എൻ്റെ ഭാര്യയാവട്ടെ ഹജ്ജിന് പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നീ എന്ത് ചെയ്യണം? ഉഖ്റുജ് മഅഹ, അവളുടെ കൂട്ടത്തിൽ നീ ഹജ്ജിന് വേണ്ടി പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ മഹ്റമില്ലാതെ ഒരു യാത്ര അന്യ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു പകൽ ഒരു രാത്രി നീണ്ടു നിൽക്കുന്ന യാത്രകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ല. ആ മഹ്റമോടുകൂടി വേണം യാത്ര പോകാൻ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി ആരാണ് മഹ്റം എന്ന് പറയുന്നത്? വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട വാപ്പയെ പോലെ, സഹോദരനെ പോലെ, അനിയനെ പോലെ, മക്കളെ പോലെ, ആ രൂപത്തിലുള്ള അടുത്ത ബന്ധുക്കൾ. ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു എന്ന് മാത്രമല്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. വാപ്പ, നമുക്കറിയാം, വാപ്പ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളാണ്. അനിയൻ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളാണ്. സ്വന്തം ജ്യേഷ്ഠൻ, സ്വന്തം അനിയൻ, ആ രൂപത്തിൽ സ്വന്തം മകൻ, ഇങ്ങനെ അടുത്ത ബന്ധമുള്ള ആളുകൾ, അവരാണ് മഹ്റം എന്ന് പറയുന്നത്. വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവർ, ഇവരോടൊപ്പമാണ് യാത്ര പോകേണ്ടത്. അങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കുകയും ആ രൂപത്തിൽ നിർവഹിക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.